എൻ്റെ പേര് അലീന. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ +2 കഴിഞ്ഞിട്ട് 2 വർഷമായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. B1 വരെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് പഠിച്ചു. B2 ഞാൻ സെൽഫായിട്ടാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എക്സാമിന് ഡേറ്റ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. ആദ്യത്തെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ 2 മൊഡ്യൂൾ എഴുതി. എനിക്ക് എളുപ്പമായിരുന്നു എക്സാം. പക്ഷേ റിസൾട്ട് വന്നപ്പം എനിക്ക് വളരെ ചെറിയ മാർക്കിൽ 2 മൊഡ്യൂളും ഫെയിലായി. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയുടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് പിന്നെയും ഒരു ഡേറ്റ് കിട്ടി എക്സാം എഴുതാൻ. 1 മാസത്തെ പ്രിപ്പറേഷൻ ക്ലാസ്സോട് കൂടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എനിക്ക് ഡേറ്റ് എടുത്ത് തന്നത്. അപ്പോൾ പ്രിപ്പറേഷൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്നപ്പം എന്നെ അവിടെ പഠിപ്പിക്കുന്ന മിസ്സുമാർ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തവരാണ്. എൻ്റെ റൂംമേറ്റ്സ് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തവരാണ്. അപ്പോൾ എനിക്ക് മൊത്തം ഒരു കൃപാസനത്തിൻ്റെ ഒരു ഇതായിരുന്നു മൊത്തം. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും ഉടമ്പടി എടുക്കണം എന്നൊരിതിൽ വന്നു. അങ്ങനെ ഞാനും വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ആദ്യമൊക്കെ ഉടമ്പടി നന്നായിട്ട് പാലിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും മടിയായി, ഉടമ്പടി ഉഴപ്പാൻ തുടങ്ങി. അങ്ങനെ പിന്നെയും എക്സാമിന് ഡേറ്റ് കിട്ടി, എക്സാം എഴുതി, പിന്നെയും ഫെയിലായി. അത് കഴിഞ്ഞ് പിന്നെയും ഡേറ്റ് എടുത്തു. അന്നേരം ഇവിടെ ഉടമ്പടി വന്ന് പുതുക്കിയിട്ട് പിന്നെ എക്സാം എഴുതി കഴിഞ്ഞപ്പം എനിക്ക് സ്പീക്കിംഗ് ഒക്കെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് നല്ല മാർക്കോട് കൂടി പാസ്സാവാൻ പറ്റി. ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ വെച്ച് എന്നെ പ്രാക്ടീസ് ചെയ്യാൻ നേരത്തെ എന്നോട് മിസ്സുമാരൊക്കെ പറയുമായിരുന്നു സ്പീക്കിംഗ് ഒട്ടും പോരാ, എന്തായാലും പാസ്സാവത്തില്ല എന്നുള്ള രീതി പറയുമായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ് വെള്ളത്തിലിട്ട് കുടിക്കുമായിരുന്നു എക്സാമിന് കയറുന്നതിന് മുമ്പ്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് എനിക്ക് എക്സാം പാസ്സാവാൻ പറ്റി. അത് കഴിഞ്ഞ് പേപ്പർ വർക്കിൻ്റെ സമയത്ത് ഞാനൊരു ഏജൻസിക്ക് കൊടുത്തപ്പം ഫസ്റ്റ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ഇൻ്റർവ്യൂ ഒക്കെ കിട്ടുന്നത്. അന്നേരം ഇൻ്റർവ്യൂ സെലക്റ്റായി എന്ന് പറഞ്ഞ് അവർ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അക്കോമഡേഷനോ അല്ലെങ്കിൽ അവിടുത്തെ സംഭവങ്ങളൊന്നും ഇപ്പോൾ അവർ സെറ്റായിട്ടില്ല, അടുത്ത ഇൻടേക്കിൽ ഇനി പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവരെനിക്ക് ഓഫർ ലെറ്ററോ ഒന്നും തന്നില്ല. അന്നേരം ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, എന്നാ ചെയ്യുന്നേ, എനിക്ക് ഈ വർഷം തന്നെ പോകണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് ഡയറക്റ്റ് ജർമ്മനിയിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ നമ്പർ തന്നു, കോണ്ടാക്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു വേക്കൻസി ഉണ്ട്, ചെയ്തു തരാം എന്ന് പറഞ്ഞ് എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ വാങ്ങിച്ചു. ഡോക്യുമെൻറ്റ്സ് എല്ലാം വാങ്ങിച്ച് എനിക്കൊരു ഇൻ്റർവ്യൂ പോലും നടക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് 1 മാസം കൊണ്ട് ഓഫർ ലെറ്റർ, എൻ്റെ വിസ അടിച്ച് എൻ്റെ കൈ കിട്ടി. വിസ കിട്ടിക്കഴിഞ്ഞിട്ടാണ് അവിടുത്തെ ഹോസ്പിറ്റലുകാർ എന്നെ വീഡിയോ കോളിൽ ചെയ്യുകയും എന്നോട് സംസാരിക്കുകയും ചെയ്തത്. അപ്പോൾ ഇവിടെ വന്ന് വിസയ്ക്ക് വെക്കുന്നതിന് മുമ്പ് അച്ഛനെ കണ്ട് മാതാവിൻ്റെ അടുത്ത് പാസ്പോർട്ടും എല്ലാം കൊണ്ടുവന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വിസയ്ക്ക് വെക്കാൻ പോയത്. അങ്ങനെ എനിക്ക് വിസ കിട്ടി. ഒരു കുറേ മാസം മുമ്പ് തന്നെ എനിക്ക് ബൈബിളിൻ്റെ അകത്തുനിന്ന് 15 എന്നൊരു ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഈ 15-ാം തീയതിയാണ് ഞാൻ ജർമ്മനിക്ക് കയറിപ്പോകുന്നത്. ഈ വെള്ളിയാഴ്ച 15-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. പിന്നെ എല്ലാ ഏജൻസിയും എൻ്റെ അടുത്ത് ഒരു 3.5 ലക്ഷം 4 ലക്ഷം രൂപയൊക്കെ ആവും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ടോട്ടൽ ടിക്കറ്റും എല്ലാം കൂടെ 2 ലക്ഷം രൂപയേ ആയിട്ടുള്ളൂ. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത്രയും കുറഞ്ഞ പൈസയിൽ ഏറ്റവും നല്ല സ്ഥലത്ത് തന്നെ ഫുഡും അക്കോമഡേഷനും എല്ലാം എനിക്ക് ഫ്രീ ആണ്. എൻ്റെ ഹോസ്പിറ്റലുകാർ തന്നെയാണ് എടുക്കുന്നത്. ഇത്രയും നല്ല അനുഗ്രഹം തന്ന മാതാവിന് ഞാൻ നന്ദി പറയുന്നു. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. 2ാമത് എൻ്റെ ലൈസൻസാണ്. ഞാൻ 2 വീലറും 4 വീലറും എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ലൈസൻസ് കിട്ടി. ഞാൻ പോയപ്പോൾ കാശുരൂപം കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് 2 വീലർ എടുക്കാൻ നേരത്ത് എനിക്ക് അവർ ഫസ്റ്റ് പറഞ്ഞു ബൈക്ക് ഓടിച്ചാലേ എനിക്ക് വിത്ത് ഗിയർ തരത്തുള്ളൂ എന്ന് പറഞ്ഞു, അല്ലാണ്ട് തരത്തില്ല, ഗിയർലെസ്സേ തരത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ എങ്ങനെ ഞാൻ ബൈക്ക് ഓടിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് അവർ പറഞ്ഞു ഒന്നുകൊണ്ടും അടുത്തില്ല, അവർ ബൈക്ക് ഓടിച്ചാൽ മാത്രമേ വിത്ത് ഗിയർ തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് ഓക്കെ ഓടിക്കാമെന്ന് പറഞ്ഞ് മാതാവിനെ വിളിച്ച് ബൈക്കിൽ കയറിയിരുന്നു. എങ്ങനെ ഞാൻ ബൈക്ക് ഓടിച്ച് ഇപ്പറേ എത്തിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ബൈക്ക് ഓടിച്ചു ഇപ്പറേ കൊണ്ട് കറക്റ്റ് നിർത്തി എനിക്ക് വിത്ത് ഗിയർ ലൈസൻസ് കിട്ടി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. അത് വലിയൊരു അനുഗ്രഹവും അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം 2 പ്രാവശ്യം അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് എൻ്റെ 3ാമത്തെ സാക്ഷ്യം. എൻ്റെ പപ്പയ്ക്ക് വയറ്റിൽ എന്തൊക്കെയോ അസ്വസ്ഥതകളും ഒക്കെ ആയിട്ട് വയറ് വീർത്ത് വരുമായിരുന്നു.
വയറ്റിന് പുറമേ നമ്മൾ തൊട്ട് നോക്കുമ്പം ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്കാൻ ചെയ്തിട്ടും ഒന്നും മനസ്സിലായില്ല എന്താണെന്ന്. അപ്പോൾ അവർ എൻഡോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞു. എൻഡോസ്കോപ്പി ചെയ്തു. എൻഡോസ്കോപ്പി ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നു, നിയോഗം വെച്ചായിരുന്നു, തൈലം തൊട്ട് പ്രാർത്ഥിച്ചായിരുന്നു, ഉപ്പിട്ട് വെള്ളം കൊടുത്തായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പം വേറെ കുഴപ്പമൊന്നുമില്ല. സർജറി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട, മുഴയൊന്നുമില്ല. ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്, അത് കൂടിയിട്ട് നീരായത്, അല്ലാണ്ട് വേറൊരു പ്രശ്നവും ഇല്ല. കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിച്ച് മരുന്ന് കഴിച്ചാൽ മാറാവുന്നതുള്ളേ എന്ന് പറഞ്ഞു. അതും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ എൻ്റെ ബ്രദർ ഫുഡ് ക്വാളിറ്റി കൺട്രോളറായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുവാണ്. ഫുഡ് ടെക്നോളജി പഠിച്ചു കഴിഞ്ഞിട്ട് ട്രെയിനിങ് ആയിരുന്നു. ട്രെയിനിങ് കഴിഞ്ഞിട്ടും അവർ ടെമ്പററി ആയിട്ടാണ് നിർത്തിയിരുന്നത്, പെർമനൻ്റ് ആക്കിയില്ലായിരുന്നു. അതും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ സാലറിയും കൂട്ടി കിട്ടി, പെർമനൻ്റ് ആയിട്ട് ജോബും കിട്ടി. പിന്നെ ജർമ്മനിക്ക് പോകുമ്പം എല്ലാവരെ പോലെയുള്ള ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു. കൂടെ ആരായിരിക്കും, റൂംമേറ്റ് ആരായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊക്കെ. അപ്പം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ലൊരു കൂട്ടുകാരിയെ തരണം, നല്ലൊരു കൂട്ട് തരണം എന്ന്. കൃപാസന മാതാവിനെ അറിയാവുന്ന ഒരു കൂട്ടിനെ എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഗ്രൂപ്പിൽ നിന്ന് നോക്കി. അപ്പം ഞാൻ ആ കൊച്ചിന് മെസ്സേജ് അയച്ചു. അന്നേരം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കൊച്ചാണ്. ഞങ്ങൾ ഒരേ റൂമിലാണ്. എന്നെക്കാളും ഒരു വർഷം മുമ്പേ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത കൊച്ചാണ് അവൾ. അപ്പം അതും വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി, ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ പറയുന്ന എല്ലാം ഇങ്ങനെ മാതാവ് സാധിച്ചു തരുന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ സ്ഥലക്കച്ചവടം നടന്നിട്ടുണ്ട്. 2 വർഷമായിട്ട് ഞങ്ങളുടെ സ്ഥലം വിൽക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആരും കുറേ കയറിയുള്ളൊരു സ്ഥലമായിരുന്നു, വെള്ളമില്ലായിരുന്നു അവിടെ, അതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന് കാണും, സ്ഥലം നല്ലതാണ്, പക്ഷേ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് വാങ്ങിക്കാതെ അവരങ്ങ് പോവുമായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് സ്ഥലക്കച്ചവടം നടന്നു. അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് 1000 നന്ദി പറയുന്നു.